ഊർത്തിറക്കുന്ന മാലല്ല മോനെ, ഊർത്തിറക്കുന്ന മാലല്ല ഞാൻ കഴിച്ച് പോയതാണ്. അസറ്റിനുള്ളിൽ എന്താ ശരിയായിട്ട് പറയുന്നത് നമുക്കൊരു സഞ്ചാരമാണ്. അതിനെല്ലാം പിരിഞ്ഞു പോയിക്കോളി. പാമ്പിനെ ഞങ്ങൾക്ക് എല്ലാവർക്കും പേടിയായിരിക്കും. പിന്നെ ഇത് പേടിക്കേണ്ട തന്നെയാണ്, മൂർഖനാണ്. അതുകൊണ്ട് ഇതൊന്നും എടുക്കണ്ട. അതപ്പോ നമ്മൾ കാണപ്പെടുന്ന പാമ്പ് പറഞ്ഞാൽ ഇത് മൂർഖനാണ്. മൂർഖനെ നമ്മൾ ഈ സമയത്ത് നല്ലോണം നോക്കണം. കാരണം വെച്ചാൽ ഇണച്ചേരുന്ന സമയമാണ്. അപ്പോൾ 2, 3 കാണപ്പെടും. പക്ഷെ ഈ പറഞ്ഞ എന്താ പറയുക, നിങ്ങൾക്ക് എന്ത് പേടി എന്താ ഈ പാമ്പിനെ കൂടുതലായിട്ട് പേടി എന്താ? കാരണം എന്താ? നമ്മൾ പെരുമ്പാമ്പിനൊക്കെ നിങ്ങൾക്ക് പേടിയല്ലേ? എല്ലാവർക്കും പേടിയല്ലേ പെരുമ്പാമ്പ് അല്ലേ? പെരുമ്പാമ്പിനെ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കാരണം പെരുമ്പാമ്പ് എന്ന് പറയുന്ന സാധനം നമുക്ക് ഉപകാരം ചെയ്യും. കുറേ മനുഷ്യന് ഉപകാരം ചെയ്യുന്ന പാമ്പാണ് പെരുമ്പാമ്പ്. പക്ഷെ മൂർഖനൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പിടിച്ച് ഒഴിവാക്കാം അല്ലേ? മൂർഖന് ഏതൊക്കെ വിഷമുള്ള പാമ്പുകൾ ഏതൊക്കെ അറിയോ? അത് അപകടമാണ്. മൂർഖൻ എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് ഏതൊക്കെ മൂർഖൻ അറിയാം? അങ്ങനെ എങ്ങനെ മൂർഖനുള്ളവർക്ക് നിങ്ങൾ പേരിടുന്നതാ? ഇതിന് പ്രത്യേകിച്ച് വേറെ മൂർഖനൊന്നുമില്ല. ഒറ്റൊന്നേ ഉള്ളൂ കേട്ടോ. കളർ വ്യത്യാസങ്ങളാണ്. അത് എന്തുകൊണ്ടാ വെച്ചാൽ ഇതിന് മെലാനിന്റെ കുറവ് കൊണ്ട് കൂടുതൽ ആവുന്നത് കൊണ്ടാണ് ഈറ്റങ്ങൾക്ക് കളർ ചേഞ്ചുകൾ വരുന്നത്. മനസ്സിലായിട്ട് മെലാനിൻ നഷ്ടപ്പെടുന്നതിനെ കൊണ്ട് അങ്ങനെയാണ് കളർ ചേഞ്ചുകൾ വരുന്നത്. അല്ലാതെ ഇത് കരിമൂർഖൻ വേറെ, പുല്ലാനി മൂർഖൻ വേറെ, ഇതിനേതാ മൂർഖൻ അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഒക്കെ ഒന്നു തന്നെ ഉള്ളൂ കേട്ടോ. അതപ്പോ നമ്മള് പെരുമ്പാമ്പിനെ സമയം എന്ന് പറഞ്ഞാൽ നമ്മളെ എന്താ പറയാ ശരീരത്തിൽ ഓടുന്ന എത്രത്തോളം ബൈറ്റ്, എത്രത്തോളം വിഷം അധികം കയറുന്നുണ്ടോ അത്രയും പെട്ടെന്ന് കടിച്ചു കഴിഞ്ഞാല് ബ്ലഡിലൂടെ കയറും. അത് നമ്മളെ കിഡ്നിക്കും ഇതിനൊക്കെ ബാധിക്കും. എന്ന് പറഞ്ഞാല് ഈ സാധനം നമ്മള് ഇതിനെ പേടിക്കേണ്ടേ ഉള്ളൂ. ഏത് എന്താ പറയാ മൂർഖനി, വെള്ളിക്കെട്ടന്, അതിൻ്റെ അണലി, ഇങ്ങനത്തെ സാധനത്തിനൊക്കെ നമ്മൾ പേടിക്കണം. മനസ്സിലാണ്ടോ? അല്ലാതെ നമ്മൾ പെരുമ്പാമ്പ് ബാക്കിയുള്ള വിഷമില്ലാത്ത ഒരുപാട് പാമ്പുകളുണ്ട്. ഐറ്റങ്ങളൊന്നും പേടിക്കണ്ട, പേടിക്കണ്ട.